സംസ്ഥാനത്തെ വിവിധ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുന്ന കാര്യത്തിൽ സർക്കാരിൽ ആശങ്ക. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കായി സർക്കാർ കണ്ടെത്തേണ്ടത് 9,000 കോടി രൂപയാണ്. ആനുകൂല്യങ്ങൾ തവണ വ്യവസ്ഥയിൽ നൽകാൻ നീക്കം നടക്കുന്നതായും സൂചന. ജീവനക്കാർ കൂട്ടമായി വിരമിച്ചതാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. വിവിധ സർവീസുകളിൽ നിന്ന് ഇന്നലെ വിരമിച്ചത് 16,000 ജീവനക്കാരാണ്. ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി സർക്കാർ കണ്ടെത്തേണ്ടത് 9,000 കോടിയോളമാണ്. ഇത്രയും ഭീമമായ തുക കണ്ടെത്തുന്നത് വെല്ലുവിളിയാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യം തവണകളാക്കി നൽകുന്നതടക്കം സർക്കാർ ചിന്തിക്കുന്നത്. ഈ മാസം മുതൽ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലാണ്. നടപ്പ് സാമ്പത്തിക വർഷം ജീവനക്കാരുടെ പെൻഷൻ നൽകുന്നതടക്കം ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപടികളായിട്ടില്ല. അതിനിടയിലാണ് ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ. നിലവിൽ ട്രഷറിയിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെൻഷൻ പ്രായം ഉയർത്തി പ്രതിസന്ധി പരിഹരിക്കാമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പ്രതിഷേധം ഭയന്ന് ഇത്തവണയും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സർക്കാർ മറ്റു വഴികൾ ആലോചിക്കുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്നായി 10,000-ലധികം ജീവനക്കാരാണ് ഇന്നലെ വിരമിച്ചത്. ഇതിൽ പകുതിയോളം പേർ അധ്യാപകരാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 5 സ്പെഷ്യൽ സെക്രട്ടറിമാർ അടക്കം 15 പേർ പടിയിറങ്ങി. KSRTCയിൽ നിന്ന് ഡ്രൈവർ കണ്ടക്ടർമാരടക്കം 700ഓളം പേർ വിരമിച്ചു. KSEBയിൽ നിന്ന് വിരമിച്ചത് 1,010 പേരാണ്. ഇത്തരത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിലാണ് സർക്കാരിന് വെല്ലുവിളി. അതേസമയം സർക്കാർ നടപടിയിൽ ജീവനക്കാർക്കും ആശങ്കയുണ്ട്. ജനം, തിരുവനന്തപുരം.